ദിവസവും 10,000-കണക്കിന് സമൂസകൾ വിൽക്കുന്ന ഒരിടമുണ്ട് ദുബായിൽ. ബർദുബായിലെ സമൂസ ഗല്ലിയാണ് ഈ സ്ഥലം. മലയാളികളാണ് സമൂസ ഗല്ലിയുടെ ഉടമകൾ. നോമ്പുകാലത്ത് സമൂസ ഗല്ലിയിൽ വൻ തിരക്കാണ്. സുലേഷ് വെല്ലിയൂട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മകളുടെ അവസ്ഥ അറിയിക്കണമെന്ന ആവശ്യം സമീപിച്ചതിനെ ദുബായിലെ സമൂസ ഗല്ലി. ഓരോ ദിവസവും 10,000-കണക്കിന് സമൂസകൾ വിറ്റുപോകുന്ന ഒരു സ്ഥലം, മലയാളികളുടെ പേരിൽ അറിയപ്പെടുന്ന ദുബായിലെ ഒരിടം. ഈ 3 കടകളുടെ പേരിലാണ് ദുബായിൽ ഈ സമൂസ ഗല്ലി അറിയപ്പെടുന്നത്. ദുബായിലെ സൂക്കിൽ ഈ 3 കടകൾ, അത് 1970-ൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുൻപ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിറവിക്ക് മുൻപ് തുടങ്ങിയിട്ടുള്ള സമൂസ കട, റെസ്റ്റോറൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന 2-3 ഇത് 3 കൂടെ ചേർന്നിട്ടാണ് സമൂസ ഗല്ലി എന്നറിയപ്പെടുന്നത്. സമൂസ മാത്രമല്ല, മറ്റു വിഭവങ്ങളുമുണ്ട്. കാണാം. സഹറ അൽ അഹ്ലം, ഹമദ് ഖൽഫാൻ, അതോടൊപ്പം തന്നെ അൽ ഷാബ്, ഈ 3 റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. 1970-ലാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം തുടങ്ങിയിട്ടുള്ളത്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം, ഇതെല്ലാം മലയാളികളുടെ നേതൃത്വത്തിലാണ്. മലപ്പുറം, നിലമ്പൂര്, തിരൂരൊക്കെ ഉള്ള ആളുകളാണ് ഇതൊക്കെ നടത്തുന്നത്. ഓരോ ദിവസവും 10,000-കണക്കിന് സമൂസകൾ, അതോടൊപ്പം മറ്റ് എണ്ണ പലഹാരങ്ങളൊക്കെയാണ് ഇവിടെ നിന്നും വിറ്റുപോകുന്നത്. അത് 500-ഉം 600-ഉം 1000-ഉം അടക്കം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വീടുകളിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ UAE-യിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്നും പോകുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നോമ്പ് ദിവസം വലിയ തിരക്കായിരിക്കും. സമൂസ ഗല്ലി എന്ന് പറഞ്ഞാൽ 1970-ൽ പഴയ ലാഞ്ചിൽ വന്ന ആളുകൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അന്ന് കാലത്ത് എല്ലാ ഫുഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമൂസ മറ്റുള്ള ഫുഡുകളായിരുന്നു ആളുകൾക്ക് സുലഭമായി കിട്ടിയിരുന്ന ഒരു സംഭവം. എത്ര ഷോപ്പ്? 3 ഷോപ്പ്. 3 ഷോപ്പുണ്ട്. ഇതാണ് ഈ 2 ഷോപ്പാണ് പഴയ ഷോപ്പ്. 1970-ൽ തുടങ്ങിയ ഷോപ്പ്. 70 ദുബായ് രൂപീകരിക്കുന്നതിന് മുന്നേ ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്. അതിനുശേഷം 70-ലാണ് ലൈസൻസ് കിട്ടുന്നത്. അതിനുശേഷം ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്. സമൂസ എല്ലാ ആളുകൾക്കും മസ്ജിദ്, പാലസ്, പോലീസ് എല്ലാ സ്ഥലങ്ങൾക്കും ഞങ്ങൾ കാർട്ടൂൺ ആക്കിയിട്ട് ഡെലിവറി. ഏതാണ്ട് ഇപ്പം ഇതിൻ്റെ അടുത്തുനിന്ന് ഏതാണ്ട് എത്ര സമൂസ പോകുന്നുണ്ട് ഒരു ദിവസം? ഇപ്പോൾ നോമ്പാകുമ്പോൾ നോമ്പിന് 5,000, 6,000, 10,000. കാരണം ക്വാണ്ടിറ്റിയാണ് ഇവർ കൊണ്ടുപോകുക. പൊരിച്ച സമൂസ കൂടാതെ പൊരിക്കാത്ത സമൂസ ബോക്സ് ആക്കിയിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്യും. അപ്പോൾ പിന്നെ ഇവിടുത്തെ ലോക്കൽസ്, അറബ് വിഭാഗപ്പെട്ട ആളുകൾ ഇത് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചിട്ട് അവർ ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്യും. നോമ്പ് 30 ദിവസത്തിനുള്ളത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ 1000, 500 അങ്ങനെ കൊണ്ടുപോകും. ചിക്കൻ സമൂസ, ചീസ് സമൂസ, വെജിറ്റബിൾ സമൂസ, പൊട്ടാറ്റോ സമൂസ എല്ലാം പാടെ മിക്സ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് കയറ്റി പോകുന്നുണ്ട്. നോമ്പിന് ഭയങ്കര ഡെലിവറി, കണ്ടമാനം കൂടുതൽ പോകും നോമ്പ് സമയത്ത്. ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ ഒരു 9 മണിക്ക്, നോമ്പാകുമ്പോൾ 9 മണിക്ക് സ്റ്റാർട്ടാവും. ഇനി രാത്രി ഒന്നും അടുത്തതിന് ഒരു കുറച്ച് കഴിഞ്ഞാൽ വന്ന് പോകും, ഒരുപാട് കയറ്റി പോകും. समोसा कौन सा वाला? आलू वाला, वेज वाला, चीज वाला, चिकन वाला? कितना? 3 का एक आदमी लेके क्या ना बॉक्स उधर हाँ हमको 10 दिरहम 5 दिरहम कितना? 5 दिरहम के 10 पीस है. 5 पीस. നോമ്പ് സമയത്ത് ഉച്ചയ്ക്കാണ് സമൂസ ഗല്ലി സജീവമാകുക. 12 മണിയോടുകൂടി വിൽപ്പനയൊക്കെ ആരംഭിക്കും. നോമ്പില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ 7 മണി മുതൽ വിൽപ്പന തുടങ്ങും. അതങ്ങ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. നോമ്പ് സമയത്ത് പുറത്തേക്ക് വാഹനങ്ങളിലൊക്കെ ഇവിടെ നിന്നും 1000-കണക്കിന് സമൂസകൾ കൊണ്ടുപോകുന്നുണ്ട്. സമൂസ മാത്രമല്ല, മറ്റ് പലഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രിയപ്പെട്ട പരിപ്പുവടയാണെങ്കിലും മറ്റ് ജിലേബി ആണെങ്കിലും മറ്റെല്ലാ പലഹാരങ്ങളും ഇവിടെ നിന്നുണ്ട്. ഏതായാലും സമൂസ ഗല്ലി എന്ന് പേരുണ്ടെങ്കിൽ പോലും സമൂസയ്ക്കൊപ്പം തന്നെ മലയാളികൾക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ള നിരവധി എണ്ണക്കടികൾ അത് നോമ്പുകാലത്ത് ഇവിടെ നിന്നുമാണ് പോകുന്നത്. സമൂസ ഗല്ലിയിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെടികുറ്റം, മാതൃഭൂമി.